അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുപയർ മുളപ്പിച്ചത് ചപ്പാത്തിക്ക് പറ്റിയൊരു സബ്ജി ഉണ്ടാക്കാനാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത്, കുറച്ച് മല്ലിയില, അല്പം വേപ്പില, പച്ചമുളക്, സബോള, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, ഇതെല്ലാം അതിലേക്ക് വേണം. ഇനിയൊരു സ്റ്റൗവിൻ്റെ മുകളിലൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കണം. പിന്നീട് അതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ചിടുക. അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്നിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒന്ന് ഇളക്കുക. അത് കുറച്ചൊന്ന് മൂത്ത് വരണം. പകുതി മൂപ്പാവുമ്പോൾ നല്ല മണം വരും. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരുമിച്ചുള്ള ഒരു മണം, നല്ലൊരു ടേസ്റ്റുള്ള മണമാണത്. അങ്ങനെ ഒരു മണം വരുമ്പോൾ സബോള കട്ട് ചെയ്തത്, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി അതിൽ ഒരുമിച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് വെളുത്തുള്ളി പേസ്റ്റ് ഏതാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. പകുതി മൂപ്പായിട്ടുണ്ട്. മണം കുറേശ്ശെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മണം കുറച്ച് നല്ലോണം ആയി കഴിഞ്ഞാൽ, ഒരു പകുതി മൂപ്പായി കഴിഞ്ഞാൽ ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ എല്ലാം ഇട്ട് ഒന്നും കൂടി വാടാനായിട്ട് വയ്ക്കാം. കുറച്ച് ഇളക്കി കൊടുക്കാം. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് നടുക്ക് ഒഴിവാക്കിയിട്ട് അവിടെ പൊടികൾ ഇടാം. 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ 3 പൊടികൾ ഇടാം. ഇനി അതൊന്ന് മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് ഇളക്കിയിട്ട് കരിയാണ്ട് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആ പൊടികൾ ഒന്ന് ലൂസായി വരുന്നവരെ വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം. അപ്പം ഇനി അതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടുന്ന വരയ്ക്ക് ഇടാം. അങ്ങനെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഏതാണ്ട് ഒരു പകുതി വാട്ടം ആയി വരുമ്പോൾ കുറച്ചിങ്ങനെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇനി പച്ചമുളകും വേപ്പിലയും ഇട്ട് ചെറുപയർ അതിൽ കൂടെ ചേർത്തിടാം. കുറച്ച് നേരം ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അതിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളം ഇറങ്ങാനായിട്ട് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരും കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞാൽ. അങ്ങനെ ഇളക്കി അതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട്. ഏതാണ്ട് പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട്, വേവായിട്ടുണ്ട്. ഇനി അത് നന്നായി ഇളക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണോ നോക്കി, പോരാത്ത ഉപ്പും ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിൽ ഒഴിച്ചു കൊടുത്തു, ഉപ്പിട്ടു. പിന്നെ കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കണം. ഉരുളക്കിഴങ്ങൊന്ന് ഉടയ്ക്കാം. ഒരു കൊഴുത്ത കറിയാവുന്നവരെ ചില കഷ്ണങ്ങൾ, കുറച്ച് കഷ്ണങ്ങളൊന്ന് നന്നായിട്ട് ഉടച്ചിടാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് പാകമാക്കാം. ചാറ് ആവശ്യം പോലെയുള്ള ചാറാക്കിയിട്ട് എടുക്കാം. ഞാനൊരു ചെറിയ കൊഴുപ്പുള്ളൊരു സബ്ജി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ചപ്പാത്തിക്ക് അധികം ചാറാക്കുന്നില്ല. ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം. അത് കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. കറിയുടെ ടേസ്റ്റ് മാറും അല്ലെങ്കിൽ. അപ്പം അങ്ങനെ
കറി പാകമായിട്ടുണ്ട്. ഞാൻ സ്റ്റൗന്ന് ഇറക്കി വെച്ചു. ഇനി കുറച്ച് മല്ലിയില വിതറി സർവിങ് ബൗളിലേക്ക് പകർത്തി വയ്ക്കാം. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും സിമ്പിളും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കറിയാണ്. ഈ ചെറുപയർ മുളപ്പിച്ചത് ബോംബെയിലൊക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. നാട്ടിലാണെങ്കിൽ നമ്മൾ മുളപ്പിച്ചെടുക്കണം. അത് ഇപ്പോൾ 2 ദിവസത്തെ മെനക്കെടുണ്ടാവും. അങ്ങനെ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.